يسألونك عن الأهلة قل هي مواقيت للناس والحج وليس البر بأن تأتوا البيوت من ظهورها ولكن البر من اتقى وأتوا البيوت من أبوابها واتقوا الله لعلكم تفلحون وقاتلوا في سبيل الله الذين يقاتلونكم ولا تعتدوا إن الله لا يحب المعتدين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا شفيع المذنبين. خذ بيدي قلت حيلتي أدركني يا حبيب الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا درة الأنبياء يا روضة العلماء يا ملجأ الغرباء يا سيد الرسل وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. ഒന്നരായ ആലിമീങ്ങൾ, പ്രിയപ്പെട്ട പിതാക്കൾ, സഹോദരങ്ങൾ, ഉമ്മവെങ്ങന്മാർ, അല്ലാഹു തആല ഈ മജ്ലിസ് പൊരുത്തപ്പെട്ട സദസ്സാക്കി തെരുമാറാവട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധപ്പെട്ടവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരുടെയും ദോഷങ്ങളെ അല്ലാഹു പൊറുത്തു തെരുമാറാവട്ടെ. ബദരീങ്ങളുടെ ബറക്കത്തുകൊണ്ട് അപകട മരണങ്ങളിൽ നിന്ന്, പൈശാചികമായ ശർറുകളിൽ നിന്ന് അല്ലാഹു തആല നമ്മെ എല്ലാവരെയും കാക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാഴ്ചയിൽ വളരെ ചെറുതും ആശയത്തിൽ വലുതുമാണ്. സാധാരണക്കാരുടെയും സാധാരണക്കാരല്ലാത്തവരുടെയും ധാരാളം ആളുകളുടെ ഇടയിൽ ഒരു ചെറിയ വിഷയമായി കാണുന്ന ഒരു മഹത്തായ വിഷയമാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. എന്റെ പ്രവർത്തകർ വിഷയം അന്വേഷിച്ചപ്പോ അത് പറ്റുന്നൊരു വിഷയം നമുക്ക് പറയാമെന്ന് ഞാൻ പറഞ്ഞു. അതേ സ്ഥാനത്ത് ഇൻഷാ അല്ലാഹ് എന്റെ സദസ്സിലുള്ള പ്രായം ചെന്നവരെയും യുവാക്കളെയും ഉമറാക്കളെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ആർക്കെങ്കിലുമൊക്കെ ഒരു വിഷമം തോന്നുന്നുവെങ്കിൽ ആ പ്രയാസം ഉണ്ടാവരുതെന്നും ആരെയും വെറുപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ അല്ല ഞാനിന്ന് സംസാരിക്കുന്ന ഒരു ഗഹനമായ വിഷയം. താടി വടിക്കുന്നവർ വിരലുകൾ കടിക്കുന്ന ദിവസം. താടി വടിക്കുന്നവർ വിരലുകൾ കടിക്കുന്ന ദിവസം. ഇത് മുൻകൂട്ടി ഈ വിഷയം പറയുമ്പോ പല ആളുകൾക്കും പല അഭിപ്രായങ്ങളും വരും. ഏതായിരുന്നാലും എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഈ മഹത്തായ സദസ്സിലെ എന്റെ ജ്യേഷ്ഠാനുജന്മാരിൽ, എന്റെ പ്രിയപ്പെട്ട പിതാക്കളിലും
പല ആളുകളും താടി വെക്കാത്തവരുണ്ട്. സ്റ്റേജിലുള്ളവരിൽ തന്നെ താടി വെക്കാത്തവരുണ്ട്. പക്ഷെ ആർക്കും ഒരു വെറുപ്പുണ്ടാവരുത് എന്നും ആരുടെങ്കിലും ഹൃദയത്തിൽ റഹ്മുറാഹിമായ റബ്ബേ, എന്റെ ജീവിതത്തിൽ ഞാൻ മരിക്കുന്നത് വരെ എന്റെ മുത്തുനബിയുടെ മുഖം കാണേണ്ടവനാണ്, മരിക്കുന്നത് വരെ ഒരു ചെറിയ താടിയെങ്കിലും, വലിയ താടി വെക്കണമെന്നോ അല്ലെങ്കിൽ വലിയ രൂപത്തിൽ നടക്കണമെന്നോ ഒന്നും ഈ വിഷയം കൊണ്ട് വിനീതനായ ഞാൻ ലക്ഷ്യം വെക്കുന്നില്ല. ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യൻ ഗൗരവം അറിയാതെ താടിയില്ലാതെ മുത്തുനബിയുടെ അരികിലേക്ക് നിൽക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടത് നഷ്ടപ്പെട്ടു പോയാൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഖേദമായിരിക്കില്ലേ എന്ന് കരുതി ഏതെങ്കിലും ഒരു സഹോദരന്റെ ഹൃദയത്തിൽ ഞാൻ എന്റെ മരണം വരെ ചെറിയൊരു താടിയെങ്കിലും, വലിയ താടി വെക്കണമെന്ന അഭിപ്രായമില്ല. വലിയ താടി വെക്കുന്നതിന്റെ നിയമങ്ങളും ചെറുതാക്കുന്ന നിയമങ്ങളുമൊക്കെ ഇസ്ലാമിൽ വളരെ വളരെ വലുതാണ്. ഏതായിരുന്നാലും ആരെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു പ്രായം ചെന്ന ഉപ്പ 60-75 വയസ്സ് കഴിഞ്ഞിട്ട് പോലും ചെറിയ താടി പോലും വെക്കാതെ താടി പിടിച്ചു നടക്കുന്ന ഒരുപാട് പ്രായം ചെന്ന ഉപ്പമാർ, പള്ളിക്കാട്ടിലേക്ക് പോകാൻ അടുത്തിരിക്കുന്ന പിതാക്കൾ പോലും താടി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാഴ്ച കാണുമ്പോ ഏതെങ്കിലും ഒരു ബാപ്പയുടെ ഹൃദയത്തിൽ അല്ലാഹ്, എന്റെ മുത്തുനബിയുടെ അരികിൽ എനിക്ക് നിൽക്കാൻ ഭാഗ്യം ലഭിച്ചാൽ ഞാൻ താടിയില്ലാതെ എങ്ങനെ എന്റെ ഹബീബിന്റെ മുഖത്തേക്ക് നോക്കും, റസൂലുള്ള എന്റെ മുഖത്തേക്ക് നോക്കിയാൽ എന്തായിരിക്കും അതിന്റെ സ്ഥിതി, ആ ഒരു ബോധമുണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ രൂപത്തിൽ ഈ ഒരു വിഷയം, അത് കാഴ്ചയിൽ ചെറുതാണ്, ആശയത്തിൽ വലുതാണ്. അല്ലാഹു തആല പറയാനും കേൾക്കാനും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ നല്ലവരായ സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്ത് റഹ്മത്ത് കുറച്ചൊന്നുമല്ല. പരിശുദ്ധമായ പവിത്രമായ ദീനിന്റെ, അല്ലാഹുവിന്റെ പവിത്രമായ ദീനിന്റെ ഒരു ചെറിയ പ്രവർത്തകനാകാൻ, അല്ലെങ്കിൽ ഒരു മുഅ്മിനായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി എന്നുള്ളത് തന്നെ വല്ലാത്തൊരു തൗഫീഖാണ്. ഞാനിവിടെ സംസാരിക്കുന്നത് അല്ലാഹു തആല പല ആളുകൾക്കും പല തൗഫീഖുകളും കൊടുത്തിട്ടുണ്ട്. പുന്നാര മുത്തുനബിയുടെ പ്രിയപ്പെട്ട പേരമക്കൾ അല്ലാഹു തആല അവർക്ക് വല്ലാത്ത പദവി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ പദവി മറന്ന് ഒരുപാട് മുത്തുനബിയുടെ പേരമക്കൾ ചിലപ്പോൾ ഇതിന് ഗൗരവം അറിയാതെ, വിഷയം അറിയാതെ താടി പിടിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ നടക്കുന്ന കാഴ്ച കാണുന്നവരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു തആല വലിയ തൗഫീഖ് കൊടുത്തവരാണ്, നബിത്തങ്ങളുടെ മക്കളാണ് അവര്. പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ ഉപ്പാപ്പയുടെ അരികിൽ പേരക്കുട്ടികളായ ഞങ്ങൾക്ക് നിൽക്കണമെന്നുള്ള ഓർമ്മ അവർക്കുണ്ട് എങ്കിൽ താടി പിടിച്ചു നടക്കുകയില്ല. ഒന്ന്. രണ്ടാമതായി, ദീനിന്റെ ഖാദിമീങ്ങളായ മുതഅല്ലിമീങ്ങൾ, ആ മുതഅല്ലിമീങ്ങൾ, അതുപോലെ ദീനിന്റെ ഖാദിമീങ്ങളായ ആലിമീങ്ങൾ, മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, അവർക്കൊക്കെ അല്ലാഹു ചില്ലറ ഭാഗ്യവും തൗഫീഖുമല്ല കൊടുത്തത്. ആ തൗഫീഖ് അതിൽ നിന്ന് ലഭിക്കുന്നത് കുല്ലുഹും യശ്റബൂന മിൻ ഹൗലി, എല്ലാവരും എന്റെ ഹൗലിൽ നിന്ന് വെള്ളം കുടിക്കും. ഇല്ലാ അഹ്ലുൽ ഇൽം, ഇൽമിന്റെ ദീനിന്റെ അഹ്ലുകാർ, ദീനിന്റെ ഖാദിമീങ്ങൾ. വഅന അഗ്രിഫു ബിയദയ്യ, ഞാൻ അവർക്ക് എന്റെ കൈകൊണ്ട് കോരിക്കൊടുക്കുമെന്ന് കാരുണ്യത്തിന്റെ മുത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ മാ അഅതല്ലാഹു ബഅദൻ നുബുവ്വതി, മാ അഅതല്ലാഹു അഹദൻ ബഅദൻ നുബുവ്വതി അഫ്ളല മിനൽ ഇൽമി. നുബുവ്വതി എന്ന അമ്പിയാക്കൾക്ക് മാത്രമുള്ള ആ പദവി അങ്ങ് മാറ്റിവെച്ചാൽ അല്ലാഹു ഒരടിമക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പദവി അഫ്ളല മിനൽ ഇൽം, ഇൽമിനേക്കാൾ വലിയ പദവി, ഇൽമിനേക്കാൾ വലിയ പവർ, ഇൽമിനേക്കാൾ വലിയ പദവി ഇല്ല എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ എന്റെ നല്ലവരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹത്തായ ഇൽമിന്റെ വാഹകരാകാൻ ഭാഗ്യം ലഭിച്ചുകൊണ്ട് ദീനിന്റെ ഖാദിമായി ഇസ്ലാമിന്റെ അടിത്തറയാകുന്ന മദ്രസയിലും മറ്റുമൊക്കെ, അതുപോലെ തന്നെ പവിത്രമായ പരിശുദ്ധമായ പള്ളിയിൽ
സേവനം ചെയ്യാനുമൊക്കെ ഭാഗ്യം ലഭിച്ചുകൊണ്ട് അവസാനം മുത്തുനബിയെ മറന്ന് അവിടുത്തെ കരങ്ങളെ കൊണ്ട് നേരിട്ട് വെള്ളം വാങ്ങി കുടിക്കേണ്ടവർ ചിലപ്പോൾ ഇത് കാരണമായി ആ സൗഭാഗ്യം നഷ്ടപ്പെട്ടാൽ എന്റെ സ്നേഹിതന്മാരെ അന്നവിടെ വിരൽ കടിക്കേണ്ടി വരില്ലേ? 10 വിരലുകളും കടിച്ചുകൊണ്ട് അല്ലാ എന്ന് വിളിക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് തന്നെ സുബ്ഹാനല്ലാ, ഞാനിവിടെ പറയുന്നത് ഒരുപാട് ആളുകൾ താടി പിടിച്ചുകൊണ്ട് പുന്നാര മുത്തുനബിയോട് വെറുപ്പില്ല. നാട്ടുകാരെ റസൂലുള്ളാഹിനോട് ആർക്കും വെറുപ്പില്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനോട് തീരെയുമില്ല. യജമാനനായ റബ്ബിനോട് അത്രയുമില്ല. നമ്മുടെ ലക്ഷ്യം ലിഖാഉല്ലാഹ്, യജമാനനായ റബ്ബിനെ കൊണ്ടാസ്വദിക്കല, ഹബീബായ നബിത്തങ്ങളുടെ ചാരത്ത് നിൽക്കാൻ ഭാഗ്യം ലഭിക്കലുമാണ്. ഇത് കൊതിക്കാത്താരുമില്ല. 5 വഖത്ത് നിസ്കരിക്കുന്ന ആളുകളിൽ ചിലപ്പോഴൊക്കെ ഗൗരവമറിയാതെ താടി പിടിച്ച് നടക്കുന്ന നിരവധി സഹോദരങ്ങൾ ഈ ഗൗരവമറിയാതെ നടക്കുന്നുണ്ടാവും. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ അന്ന് ഒന്ന് മാറ്റി നിർത്തിയാൽ ഇൻഷാ അല്ലാഹ് ഒരുപാട് ഹദീസുകൾ കാരുണ്യത്തിന്റെ മുത്ത് ഇതുമായി ബന്ധപ്പെട്ട് സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലുമൊക്കെ സഹീഹായ നിരവധി ഹദീസുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചിലത് പറയാം. ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് ഒരു ഭാഗത്ത് റസൂലുള്ളാഹിന്റെ കുട്ടികളിൽ അല്പം ചില ആളുകൾ, അതുപോലെ തന്നെ ദീനിന്റെ ഖാദിമീങ്ങളായ ആലിമീങ്ങളിൽ അല്പം ചില ആളുകൾ പരിശുദ്ധമായ പവിത്രമായ കഅബാലയത്തിന്റെ കല്ല് പിടിക്കാൻ ഭാഗ്യം ലഭിച്ചുകൊണ്ട് ആ മദീന പൂന്തോപ്പിൽ ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 10,000 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലി വിളിക്കാൻ ഭാഗ്യം ലഭിച്ചു പോയ ആളുകൾ ആ ജന്നത്തുൽ ബഖീഇൽ കിടക്കുന്ന 10,000 സ്വഹാബികളുടെ ചാരത്ത് ചെന്ന് നമ്മുടെ ഉമ്മ ആയിഷ ബീവിയുടെ അരികിൽ ചെന്ന് അവിടുന്ന് മഹാനായ ജന്നത്തുൽ ബഖീഇലെ രാജാവ് കൂടിയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ അരികിൽ ചെല്ലാൻ ഭാഗ്യം ലഭിക്കുകയും മാത്രമല്ല കറുത്ത കല്ല് കൊണ്ട് പൊതിഞ്ഞു കിടക്കുന്ന കഅബാലയത്തിന്റെ കല്ല് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു പോയ ആളുകൾ ലക്ഷക്കണക്കായ അമ്പിയാക്കൾ അവരുടെ പാദസ്പർശനം ഏറ്റുപോയ മതാഫിൽ ഓരോ ദിവസവും 70,000 മലായികത്ത്, അതുപോലെ തന്നെ അതിലേറെയും ഇപ്പുറത്തും അപ്പുറത്തുമായുള്ള ഒരുപാട് മലായികത്ത് സഞ്ചരിച്ച അമ്പിയാക്കളുടെ മുഴുവൻ കാലുകളും കുത്തിപ്പോയ ആ മതാഫിൽ കാലെടുത്തു വെക്കാനും സ്വർണ്ണപ്പാത്തിയുടെ താഴ്ഭാഗത്ത് വെച്ചുകൊണ്ട് ഇടറുന്ന മനസ്സോടെ പൊട്ടിക്കരയാനും ഭാഗ്യം ലഭിച്ചുപോയ എത്ര ഹാജിമാരാൻ, എത്ര ഉമ്മമാരാൻ. ലക്ഷക്കണക്കായ അമ്പിയാക്കൾ, ആ അമ്പിയാക്കളുടെ പാദസ്പർശനം ഏറ്റുപോയ ധാരാളം അമ്പിയാക്കൾ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, സ്വഹാബികൾ, ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബികൾ, ആ സ്വഹാബത്തിന്റെ പാദസ്പർശനം ഏറ്റുപോയ മണ്ണിൽ കാലുകുത്താൻ ഭാഗ്യം ലഭിക്കുകയും റസൂലുള്ള നടന്ന സ്ഥലത്തൂടെ പുന്നാര മുത്തുനബി തങ്ങൾ താമസിച്ച ജീവിച്ച നാട്ടിൽ പോയി കാലുകുത്താൻ ഭാഗ്യം ലഭിച്ചു പോയ നിരവധി ഹാജിമാർ അറഫാ മണ്ണിൽ പാൽക്കടൽ പോലെ വിശാലമായി കിടക്കുന്ന അറഫാ മണ്ണിൽ അവിടുന്ന് ഒരുമിച്ചുകൂടിക്കൊണ്ട് കണ്ണീരൊടുക്കി ദുആ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു പോയ നിരവധി ആളുകൾ. എന്റെ പൊന്നുപിതാക്കളെ, കഅബ കണ്ട ഹാജിമാരെ, മദീന കണ്ടുപോയ മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹിന്റെ നാട്ടിൽ ചൊല്ലുകയും അമ്പിയാക്കൾ മുഴുവനും കാലുകുത്തിയ സ്ഥലത്തെത്തുകയും ചെയ്തിട്ട് അവിടെ കാലുകുത്താൻ അല്ലാഹു ഭാഗ്യം നൽകി ആ മനുഷ്യനെങ്ങാനും അല്ലാഹുവിന്റെ ഹബീബിനെ മറന്നുകൊണ്ട് ആ മനുഷ്യന്റെ മുഖമൊന്ന് വെളിച്ചമാക്കി, മുഖമൊന്ന് വൃത്തിയാക്കി, താടി വെടിച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ മറന്ന് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഹബീബിന്റെ ചാരത്തേക്ക് ചെന്നാൽ നബിത്തങ്ങൾ ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുമോ? നബിത്തങ്ങൾ ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുമോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം കാണാൻ ഈ മനുഷ്യന് സാധിക്കുമോ? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട്
നാട്ടുകാരെ, ഞാനിവിടെ പറയുന്നത് എന്റെ സദസ്സിലുള്ള നല്ലവരായ ജ്യേഷ്ഠാനുജന്മാർ, ഇത് എന്റെ മുഹിബ്ബീങ്ങളായ ഒരുപാട് ആളുകൾ അങ്ങുമിങ്ങും ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന ഗൾഫ് നാടിലെയും ഇവിടെയുമുള്ള ധാരാളം ആളുകൾ താടിയില്ലാതെ താടി പിടിച്ച് നടക്കുന്നവരുണ്ട്. അവർക്ക് ഗൗരവം അറിയില്ല. അവരോട് നേരിട്ട് പറയാൻ ഒരു ചെറിയ വിഷമം. പടച്ചവനെ, ഈ പ്രഭാഷണം കാരണമായി ആ പാവങ്ങൾ ആരെങ്കിലും ഒന്ന് കേട്ടുകൊണ്ട് ഒരു ചെറിയ താടിയെങ്കിലും വെച്ചിട്ട് എന്റെ മുത്തുനബിയുടെ ഹദ്റത്തിലേക്ക് എനിക്ക് പോകണം പ്രതിഷ്ഠെടുത്തു പോയെങ്കിൽ ആ ഒരു ആശ കൂടി ഈ പ്രഭാഷണത്തിൽ ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് സദസ്സിലുള്ള എന്റെ സഹോദരങ്ങളിൽ ഒരാൾക്കും തന്നെ ഒരു വെറുപ്പുണ്ടാവരുത്. ഞാൻ ഒരാളെ നിന്ദിക്കുകയാണെന്ന് കരുതരുത്. താടിയില്ലാത്ത എന്റെ മുന്നിലുള്ള നിരവധി ആളുകൾ താടിയില്ലാതെ ഈ പ്രഭാഷണം കേൾക്കുന്നവർ ഇരിക്കുന്നുണ്ട്. എനിക്ക് ഉത്തമ ബോധമുണ്ട്. പക്ഷേ ഒരൊറ്റ സഹോദരന്റെ മനസ്സിൽ ഒരു വെറുപ്പ് വന്നു പോകരുത് എന്നും, ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ മാറ്റം, ഒരു പാവപ്പെട്ട മനുഷ്യൻ, പ്രായം ചെന്നൊരു ഉപ്പ, ആ ഉപ്പയുടെ ഹൃദയത്തിൽ അല്ലാഹ് എന്നൊരു ചെറിയ തോന്നൽ വന്നാൽ ഈ പ്രഭാഷണം അത് ആഖിറത്തിലേക്കുള്ളതായി മാറുമെന്ന പ്രതീക്ഷയോടുകൂടെ ഞാൻ ചിലത് ഓർമ്മപ്പെടുത്തുകയാണ്. നല്ലവരായ എന്റെ സഹോദരങ്ങളെ, ഭൂമിലോകത്ത് അല്ലാഹുവിന്റെ പവിത്രമായ ദീനിനെ അന്ത്യനാൾ വരെയുള്ള മനുഷ്യരിലേക്ക്, അവന്റെ അടിമകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ലക്ഷക്കണക്കായ പ്രവാചകന്മാരെ അല്ലാഹു തആല ആദം നബി തൊട്ടുള്ള ഇബ്രാഹിം നബി തൊട്ട് നൂഹ് നബി തൊട്ടുള്ള എല്ലാ അമ്പിയാക്കളെയും ലോകത്തേക്ക് അയച്ചു. ഒരൊറ്റ നബിയും താടി വടിച്ചിട്ടില്ല. ഒരൊറ്റ നബിയും താടി വടിക്കൽ മോശമല്ല എന്ന് പറഞ്ഞിട്ടില്ല. താടി വടിക്കൽ അത് ഗൗരവമുള്ളതല്ല, പ്രശ്നമില്ല എന്ന് ഒരൊറ്റ പ്രവാചകരും നമ്മെ പഠിപ്പിച്ചിട്ടുമില്ല. ലക്ഷക്കണക്കായ ആദ്യ പിതാവായ ആദം നബി തൊട്ട് ലക്ഷക്കണക്കിന് വരുന്ന അമ്പിയാക്കൾ, മഹാന്മാർ, ഷെയ്ഖ് മുഹമ്മദ് അൽ ഹജ്ജാറിനെ പോലെയുള്ള മഹത്തുൽ മദീന മുനവ്വറയിൽ വർഷങ്ങളോളം പച്ചക്കുബ്ബയിലേക്ക് നോക്കിക്കൊണ്ട് ആഷിഖായ നബി തങ്ങളോട് ഇഷ്ക് വെച്ച് 10,000 സ്വലാത്ത് ചൊല്ലിയിരുന്ന വലിയ ആലിമായ ഷെയ്ഖ് മുഹമ്മദ് അൽ ഹജ്ജാറിനെ പോലെയുള്ള ആളുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വലം യൻഖുല്ലന താരീഖ്, നമുക്ക് ഒരു താരീഖും ഒരു ഗ്രന്ഥവും നമ്മെ പഠിപ്പിച്ചിട്ടില്ല. ഫീമാ സബഖ അനിൽ ഖുറൂനിൽ ഊലാ قبل النبوة ولا عن القرون المفضلة بعد النبوة. ഒരൊറ്റ താരീഖിന്റെ ഗ്രന്ഥങ്ങളിലും മാത്രമല്ല, കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു ഗ്രന്ഥങ്ങളിൽ നമ്മെ പഠിപ്പിച്ചിട്ടില്ല. നബുവ്വത്തിന്റെ മുമ്പുള്ള നൂറ്റാണ്ടുകളും റസൂലുള്ളാഹിന്റെ നബുവ്വത്തിന്റെ ശേഷമുള്ള രംഗങ്ങളും ആ സമയങ്ങളിലൊന്നും ഒരു കിതാബിലും മഹാന്മാര് പറഞ്ഞത് കാണാൻ കഴിയില്ല. അന്ന അഹദം മിനൽ അംബിയാഇ വൽ മുർസലീൻ من أبي الأنبياء وشيخ المرسلين سيدنا إبراهيم عليه السلام وسيدنا إلى سيدنا عيسى عليه السلام عيسى عليه الصلاة والسلام. എന്റെ നാട്ടുകാരെ, അന്ന അഹദം മിനൽ അംബിയാഇ വൽ മുർസലീൻ, അംബിയാക്കളിൽ നിന്നും മുർസലീങ്ങളിൽ നിന്നും, മിൻ അബിൽ അംബിയാഇ വശൈഖിൽ മുർസലീൻ, അബുൽ അംബിയാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൊട്ട് ഈസാ നബി അലൈഹിസ്സലാം തൊട്ടുള്ള ലക്ഷക്കണക്കായ പ്രവാചകന്മാരിൽ ഒരാളും തന്നെ അന്നഹു കാന ഹലീഖൽ ലിഹിയാ, ഏതെങ്കിലും ഒരു നബി, ഏതെങ്കിലും ഒരു പ്രവാചകർ താടി വടിച്ചിരുന്നോ? അല്ലെങ്കിൽ താടി വടിക്കൽ വിഷയമല്ല എന്ന് പറഞ്ഞിരുന്നോ? താടി വടിക്കൽ അതൊരു പ്രശ്നമാക്കാതെ മാറ്റിവെച്ചു. ഉമ്മത്തിന്റെ ഇടയിൽ അത് പ്രശ്നമാക്കാതെ മാറ്റിവെച്ചിരുന്നു. അങ്ങനെ ഒരൊറ്റ ആളെയും കാണാൻ കഴിയില്ല. പറയുന്നത് മഹാന്മാരായ പണ്ഡിത മഹത്തുക്കളാണ്. ഒരൊറ്റ നബിമാരും താടി വടിച്ചിട്ടില്ല. അതുപോലെ തന്നെ താടി വടിച്ചാൽ പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ടുമില്ല. ഇനി കേൾക്കണോ? അവിടുന്ന് പറയാ, ഹത്താ ബലഗ മിൻ സുഹ്ദി സയ്യിദിനാ ഈസാ അലൈഹിസ്സലാം അന്നഹു കാന ലഹു ലഹിയത്തുൻ അലീമാ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം, റൂഹുല്ലാഹി ഈസാ
അമ്പിയാക്കളുടെ പേര് നമുക്ക് ആവർത്തിക്കാമോ മുഅ്മിനീങ്ങളെ? അവിടെ പേര് കേൾക്കുമ്പോ തർദിയത്ത് ചൊല്ലിക്കൊണ്ട് ധാരാളം തർദിയത്ത് ചൊല്ലി എന്റെ വഅദ് കേൾക്കുന്ന ഉമ്മമാരെ നിരവധി തർദിയത്ത് ചൊല്ലി ആഖിറത്തിൽ സന്തോഷിക്കാനുള്ള വഴി കണ്ടെത്തുക. ഹത്താ ബലഗ മിൻ സുഹദി സയ്യിദിനാ വ മൗലാനാ ഈസാ അന്നഹു കാന ലഹു ലഹിയത്തുൻ അലീമാ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന് വലിയ താടിയുണ്ടായിരുന്നു. യുറജ്ജിലുഹാ ബിമിസ്തുൻ ലഹു, ബഹുമാനപ്പെട്ടവരുടെ കയ്യിലുള്ള ചേർപ്പ് കൊണ്ട് അത് പലപ്പോഴും ഭാരമായിരുന്നു. യുറജ്ജിലുഹാ, ബഹുമാനപ്പെട്ട ഈസാ നബി താടി വാരുന്നതാണ്. ബിമിസ്തുൻ ലഹു, അവിടുത്തെ കയ്യിലുള്ള ചേർപ്പ് കൊണ്ട്. ഫറആ അന്ന അസ്വാബിഅഹു തുഗ്നി അനിൽ മിസ്തി ഫതസദ്ദഖ ബിഹി. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം അവിടുത്തെ താടി വലുതായി പോയി. അങ്ങനെ കൈകൊണ്ടങ്ങനെ വാരുന്നോ, കൈകൊണ്ടങ്ങനെ വാരാൻ തുടങ്ങിയപ്പോ ഇനി എന്തിനാണ് എന്റെ ചെറുപ്പ്? അത് പാവങ്ങൾക്ക് സ്വതക്ക കൊടുത്തുകൂടെ? അത് സ്വതക്ക ചെയ്ത് പാവങ്ങളെ സഹായിച്ചുകൂടെ? അവിടുത്തെ കൈകളെ കൊണ്ട് വാരാൻ പറ്റുന്ന വിധത്തിൽ അങ്ങ് എത്തിയപ്പോ കയ്യിലുള്ള ചെറുപ്പ് സ്വതക്ക കൊടുക്കുന്നു. ഫതസദ്ദഖ ബിഹി. സുബ്ഹാനല്ലാഹ്. എന്റെ നാട്ടുകാരെ, ഈ പ്രഭാഷണം, ഈ വിഷയം ഇതായതുകൊണ്ട് സാധാരണ ഞാൻ പറയുന്നത് പോലെ ഒരു രസമുള്ള രൂപത്തിലായിരിക്കില്ലത്. ഈ പ്രഭാഷണത്തിന് മധുരം കുറവായിരിക്കും. ഈ വിഷയത്തിന് കേൾക്കാൻ ചൊറുക്ക് വളരെ കുറവായിരിക്കും. ഈ വിഷയം കേൾക്കാൻ അത്ര രസം ഒരു കേൾവിക്കാരന് ഉണ്ടാവുകയില്ല. ഏതായിരുന്നാലും ഏതെങ്കിലും എന്റെ അനുജന്റെ ഹൃദയത്തിൽ, ദീനിന്റെ പടയാളികളായ ചെറുപ്പക്കാരിൽ ഒരു കുട്ടിയുടെ ഹൃദയത്തിൽ അല്ലാഹ്, ഇതാണോ താടിയുടെ സ്ഥിതി? എന്റെ മരണം വരെ ഞാൻ താടി വടിക്കില്ല, ഏറ്റവും ചെറിയ രൂപത്തിലൊരു താടിയെങ്കിലും വെച്ചുകൊണ്ട് ഞാനൊരു മൂമിനായി എന്റെ മുത്തുനബിയുടെ കുട്ടിയായി ഞാൻ നടക്കും, ഒരു തീരുമാനമെടുത്തെങ്കിൽ അൽഹംദുലില്ലാഹ്, ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പ്രഭാഷണത്തിന് മധുരം ഉണ്ടാവില്ലെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഞാനിവിടെ പ്രസംഗിക്കുന്നത്. അപ്പോ ഒരൊറ്റ നബിമാരും അമ്പിയാക്കളും താടി വടിക്കുകയോ വടിക്കാൻ കൽപ്പിക്കുകയോ വടിക്കുന്നത് മോശമില്ലെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. ഇനി കേൾക്കണോ? അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഏറ്റവും പവറുള്ള സ്വഹാബികൾ, ആ സ്വഹാബത്തിനെ കുറിച്ച് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹജ്ജാറിനെ പോലെയുള്ള ആളുകൾ പറയുന്നത്, വലം യദ്കുർ ലന താരീഖ് അയ്ളൻ അന്ന സ്വഹാബത വമൻ ബഅദഹും മിനൽ ഖുറൂനിൽ അലീമ അല്ലതി ശഹിദ ലഹർ റസൂൽ الرسول صلى الله عليه وسلم بالخيرية أن أحدا منهم كان حليق اللحية. മഹാന്മാര് വിവരിക്കുകയാണ്, അന്ന സ്വഹാബത മൻ ബഅദഹും, സ്വഹാബികളും സ്വഹാബികൾക്ക് ശേഷമുള്ള താബിഈങ്ങൾ, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും എന്ന പിന്നാരമുത്ത് നബി പറഞ്ഞു പോയ സ്വഹാബികളും പിൻഗാമികളും, അല്ലത്തി ശഹീദ ലഹർ റസൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഖൈരിയ, സ്വഹാബികളിൽ ഒരാളും, അന്ന അഹദം മിൻഹും, അവരിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്വഹാബി, കാന ഹലീഖൽ ലഹിയ, താടി വടിക്കുന്നവരായിരുന്നു എന്ന് ഒരു കിതാബിനും കണ്ടിട്ടില്ല, ഒരു ഗ്രന്ഥവും പഠിപ്പിച്ചിട്ടില്ല, ഒരു വ്യക്തിയും പഠിപ്പിച്ചിട്ടില്ല, ഒരൊറ്റ പണ്ഡിതൻ അത് വിവരിച്ചിട്ടുമില്ല. അമ്പിയാക്കളും സ്വഹാബികളും വല്ലാതെ പരിഗണിച്ചു പോയ ഒരു വലിയ ഇബാദത്താണ് താടി വെക്കുക എന്നുള്ളത്, താടി വളർത്തുക എന്നുള്ളത്. ആ താടി വളർത്തുന്നത് വലിയ സുന്നത്താണ്.
പുണ്യമുള്ളതാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ താടിയുടെ മഹത്വമായി വല്ലാതെ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ വലിയ പണ്ഡിത മഹത്തുക്കൾ താടി വടിക്കൽ ഹറാമാണ്, മസ്അലകൾ അഹ്കാമുകൾ അത് ഗൗരവത്തിൽ പറയലല്ല. ഈ വിഷയം കൊണ്ട് ഞാൻ ലക്ഷ്യം വെക്കുന്നത് എന്റെ സാധാരണക്കാരായ പിതാക്കളെ, കഅബ കണ്ട ഉപ്പയെ, കഅബാലയത്തിന്റെ കല്ല് പിടിച്ച ബാപ്പയെ, മദീന മുനവ്വറയിൽ ചെന്നുകൊണ്ട് മുത്തുനബിയുടെ പച്ചക്കുബ്ബയുടെ ചുവട്ടിൽ നിന്ന് അവിടുന്ന് കണ്ണീരൊടുക്കിക്കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പോയ ഒരു സ്വാലിഹായ ആശിഖായ മനുഷ്യൻ അറിയാതെ താടി വടിച്ച് നടക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ യാ അല്ലാഹ് യാ അല്ലാഹ് ഞാൻ താടി വടിക്കില്ല, ഇതൊരു പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഒരു തർഹീബ് എന്ന നിലക്ക്. പക്ഷേ ഞാൻ പറയുമ്പോ സ്വഹീഹായ ബുഖാരി മുസ്ലിമിലുള്ള ഹദീസുകൾ ഞാനിവിടെ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ആവശ്യമില്ലാത്തൊന്നും പറയില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു വരുന്നത്, അമ്പിയാക്കളിലും സ്വഹാബികളിലും ഒരാളും തന്നെ ഈ വിഷയം അങ്ങനെയൊന്ന് തമാശക്കെങ്കിലും ആരെങ്കിലും ഒരു സ്വഹാബി, ഒരു പ്രവാചകരിൽപ്പെട്ട ഒരു നബി ഒരു താടി ഒരിക്കലെങ്കിലും താടി വടിക്കുന്നത് ഇസ്ലാമിക ചരിത്രത്തിലില്ല. അതുകൊണ്ട് ഇതല്ലഹിയത്തു അവിടുന്ന് താടി സുന്നത്തുൻ അദീമത്തുൻ മിൻ സുനനിൽ മുർസലീൻ, എല്ലാ അമ്പിയാക്കളുടെയും ചര്യയിൽപ്പെട്ട വലിയൊരു ചര്യയാണ്. ആദം നബി തൊട്ട് അവസാനത്തെ കണ്ണിയായ മുത്തുനബി വരെയുള്ള മുഴുവൻ അമ്പിയാക്കളുടെയും ചര്യകളിലെ പ്രധാനപ്പെട്ട ഒരു ചര്യയാണത്. സുന്നത്തുൻ അദീമത്തുൻ മിൻ സുനനിൽ മുർസലീന വസ്വാലിഹീൻ ഖദീമൻ വഹദീസാ, പണ്ടുകാലത്തും ഇപ്പോഴുമുള്ള ഒരു വല്ലാത്ത ചര്യയാണ്. വഹൽഖുഹാ, താടി വടിക്കുക എന്നുള്ളത്, താടി കളയുക എന്നുള്ളത് ബിദ്അത്തുൻ സയ്യിഅത്തുൻ മിൻ ബിദ്അഇശ് ശയാത്തീൻ വൽ കാഫിരീൻ വൽ മുൻഹരിഫീന മിനൽ മുസ്ലിമീൻ. മഹാന്മാര് വിവരിക്കുന്നു, താടി വടിക്കുന്നത് അത് ബിദ്അത്തിൽ പെട്ടതാകുന്നു. അത് ബിദ്അത്താണ്, സയ്യിഅത്താണ്, വളരെ മോശപ്പെട്ടതാണ്. മാത്രമല്ല അസ്ഹാബുൽ ബിദ്അഇ കിലാബുന്നാർ, ബിദ്അത്തുകാരൻ നരകത്തിലെ പട്ടികളാണ് എന്ന് ബിദ്അത്തുകാരെ കുറിച്ച് റസൂലുള്ളാഹി പഠിപ്പിച്ചുവെങ്കിൽ ഒരു വേള ആ വാക്യത്തിലെങ്ങാനും പെട്ടുപോയാലോ മഅദല്ലാഹ്, അസ്ഹാബുൽ ബിദ്അഇ കിലാബുന്നാർ, ബിദ്അത്തുകാരൻ നരകത്തിലെ പട്ടികളാണ്. അസ്ഹാബുൽ ബിദ്അഇ മത്റൂദത്തുൻ അൻ ഹൗദി, ബിദ്അത്തുകാരന് എന്റെ ഹൗദനെ തൊട്ട് ആട്ടപ്പെടുന്നതാണ്, എന്റെ ഹൗദനെ തൊട്ട് ആട്ടപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച അസ്ഹാബുൽ ബിദ്അഇ എന്ന് പറഞ്ഞ ആ ബിദ്അത്തിലെങ്ങാനും ഒരു താടിവടിയിൽ പെട്ടുപോയാൽ എന്റെ അനുജാ, ജ്യേഷ്ഠ സഹോദരാ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഞാൻ നരകത്തിലെ പട്ടികളാണെന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ പെട്ടുപോയാലോ അഷ്റഫുൽ ഖൽഖിന്റെ കരങ്ങളിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കുന്നതിനെ തൊട്ട് ആട്ടിവിട്ടാൽ പിന്നെ 10 വിരലുകൾ കടിക്കുകയല്ലാതെ ആര് നമ്മുടെ കൈ പിടിക്കാനുണ്ട്? ആരാണ് നമ്മെ രക്ഷപ്പെടുത്താനുള്ളത്? ബുദ്ധിയുള്ള ഈമാനുള്ള നാളെ സ്വർഗത്തിൽ പാറിക്കളിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമേ, നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കൂ. യജമാനനായ റബ്ബിന്റെ കോടതിയിൽ കൈമലർത്തിയിട്ട് കാര്യമുണ്ടോ? മുത്തുനബിയുടെ അരികിൽ കൈമലർത്തിയിട്ട് ഫലമുണ്ടോ? അല്ലാഹു തആല നമ്മയൊക്കെ സജ്ജനങ്ങൾ പെടുത്തി തെരുമാറാവട്ടെ. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, അമ്പിയാക്കളിലും സ്വഹാബികൾ എല്ലാവരും പരിഗണിക്കുകയും ഗൗരവത്തിലെടുക്കുകയും ചെയ്ത ഒരു വലിയ വിഷയമാണ് താടി വെക്കുക, താടി വളർത്തുക എന്നുള്ളത്. താടി വടിക്കുന്നത് മുഅ്മിനീങ്ങൾ, കഴിഞ്ഞുപോയ മുഅ്മിനീങ്ങൾ ഒന്നും ഇഷ്ടപ്പെടാത്തതാണ്. മുഅ്മിനീങ്ങൾ അതിന്റെ അഹ്കാമുകൾ മനുഷ്യനെങ്ങാനും കുടുങ്ങിപ്പോകാതിരിക്കാൻ വളരെ പെട്ടുപോയാൽ എന്തായിരിക്കും അതിന്റെ സ്ഥിതി? ആ നിലക്ക് ചില പണ്ഡിതന്മാർ ചില വിട്ടുവീഴ്ചകളൊക്കെ അത് നൽകിയിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ പറയും, ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ, ചില പണ്ഡിത മഹത്തുക്കൾ ഒരു വിട്ടുവീഴ്ച നൽകിയെങ്കിലും ഈ ഗൗരവമുള്ള വിഷയം റസൂലുള്ളാഹിന്റെ അരികിൽ വെച്ചുകൊണ്ട് നബിത്തങ്ങളുടെ മുഖം കാണാൻ അവസരം കിട്ടിയിട്ട് നമ്മുടെ മുഖത്തിന് നബിത്തങ്ങൾ നോക്കിയില്ലെങ്കിൽ
ആരോട് പറയും നമ്മുടെ ദുഃഖം, ആരോട് പറയും നമ്മുടെ ഖേദം? അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, താടി വടിക്കല് ജൂതരുടെയും ക്രൈസ്തവരുടെയും മജൂസികളുടെയും ചര്യയാകുന്നു. ജൂതരാണ് താടി പിടിച്ച് നടക്കുന്നത്. അതുപോലെ തന്നെ നസ്രാനികൾ താടി പിടിച്ച് നടക്കും. മജൂസികളും താടി പിടിക്കുന്നത് അത് അവരുടെ ചര്യയാണ്. സുബ്ഹാനല്ലാഹ്. ധാരാളം ഹദീസുകൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലിഫുൽ മുശ്രിക്കീൻ, ഖാലിഫുൽ മുശ്രിക്കീൻ, മുസ്ലിമീങ്ങളെ മുശ്രിക്കീങ്ങളോട് നിങ്ങൾ എതിരാവണം. എന്നിട്ട് അവിടുന്ന് പറയാ, വഫിറുൽ ലിഹാ, നിങ്ങൾ താടി വളർത്തുക, വഅഹ്ഫുശ് ശവാരിബ, മീശ വെട്ടുകയും ചെയ്യുക. മീശ വളർത്തി താടി പിടിക്കുന്നത് അതൊരിക്കലും മുസ്ലിം സമുദായത്തിന് യോജിച്ചതല്ല, അത് മുശ്രിക്കീങ്ങളുടെ വഴിയാണ്. വലഹുമാ അൻഹു ഐലൻ, ഇമാം ബുഖാരിയും മുസ്ലിം റളിയല്ലാഹു അൻഹും രണ്ടുപേരും റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ്, അഹ്ഫുശ് ശവാരിബ വഅഹ്ഫുൽ ലിഹാ, അഹ്ഫുശ് ശവാരിബ അഥവാ ബിൽഹാഇ അഹ്ഫുശ് ശവാരിബ, നിങ്ങൾ മീശ വെട്ടണം, മീശ ചെറുതാക്കണം. വഅഹ്ഫുൽ ലിഹാ, താടി നിങ്ങൾ വെട്ടരുത്, താടി വടിക്കരുത്, താടി നിങ്ങൾ വടിക്കരുത്, അത് നിങ്ങൾ താടി വെക്കാൻ പരിശ്രമിക്കുകയും വേണം. വഫീ റിവായ അൻഹികുശ് ശവാരിബ വഅഹ്ഫുൽ ലിഹാ, എല്ലാം സ്വഹീഹായ ഹദീസുകളാണ്. വേറെ റിവായത്തിൽ പറയുന്നത് അൻഹികുശ് ശവാരിബ, നിങ്ങൾ മീശ വളർത്തി നടക്കരുത്, നിങ്ങൾ മീശ വെട്ടി മീശ ചെറുതാക്കുക. വഅഹ്ഫുൽ ലിഹാ, താടി നിങ്ങൾ വളർത്തുകയും ചെയ്യുക. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസുകൾ ഈ വിഷയത്തിൽ നിരവധിയാണ്. വഫ്റു എന്നതിന് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്ന അർത്ഥം ബിതസ്ദീദിൽ ഫാഇ മിനത് തൗഫീർ വഹുവൽ ഇബ്ഖാഉ ഐ ഉത്റുകുഹാ വാഫിറ വഇഅഫാഉൽ ലിഹ്യതി എന്ന് പറഞ്ഞാൽ തർക്കുഹാ അലാ ഹാലിഹാ എന്നാണ് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ ഇതിന് വ്യാഖ്യാനം അർത്ഥം നൽകുന്നത്. തൗഫീർ അൽ ഇബ്ഖാ ഉത്റുകുഹാ വാഫിറ, ഇഅഫാ ബിൽ ഐനി ഐ തർക്കുഹാ അലാ ഹാലിഹാ. ഏതാനും ഇരിക്കട്ടെ, ഞാനിവിടെ പറയുന്നത് താടി വളർത്തുക, മീശ വെട്ടുക, മീശ ചെറുതാക്കുക, താടി വലുതാക്കുക, വളർത്തുക, താടി വടിച്ചു പോകരുത്. മുശ്രിക്കീങ്ങളോട് എതിരാവണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ലേ? അതിന് മുഹദ്ദിസീങ്ങൾ വിവരിക്കുന്നത് വമുഖാലഫത്തുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളോട് എങ്ങനെയാണ് എതിരാവൽ? യുഫസ്സിറുഹാ ഹദീസു അബീ ഹുറൈറ, അതിന് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് തന്നെ, അബൂ ഹുറൈറയെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ് തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. ഇന്ന അഹ്ലശ്ശിർകി യുഅഫൂന ശവാരിബഹും വയുഹഫൂന ലിഹാഹും ഫഖാലിഫൂഹും. ഓ മുസ്ലിം സമുദായമേ, ദീനിന്റെ പടയാളികളായ ചെറുപ്പക്കാരെ, ഇസ്ലാമിന്റെ ചുറുചുറുക്കുള്ള മക്കളെ, നാളത്തെ പള്ളി ഭരിക്കേണ്ടുന്ന മക്കൾ, നാളത്തെ മദ്രസ ഭരിക്കേണ്ടുന്ന മക്കൾ, നാളത്തെ ദീനിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരാകേണ്ടുന്ന മക്കൾ, പ്രവർത്തകരായി ഇറങ്ങിത്തിരിക്കേണ്ടുന്ന എന്റെ അനുജാ, ഒന്ന് കേട്ടോളൂ. ഈ ഹദീസിന് ഖാലിഫുൽ മുശ്രിക്കീൻ എന്നതിന് റസൂലുള്ളാഹി തന്നെ വിശദീകരണം കൊടുക്കുകയാണ്. ഇന്ന അഹ്ലശ്ശിർകി, തീർച്ചയായും ശിർക്കിന്റെ അഖിലുകാർ, യുഅഫൂന ശവാരിബുഹും യുഅഫൂന ശവാരിബഹും, അവിടെ മീശ നീട്ടി വളർത്തുന്നതാണ്. അവര് മീശ വടിക്കുകയില്ല, മീശ വെട്ടുകയില്ല. വയുഹഫൂന ലിഹാഹും, അവരെ താടിയതാ വടിക്കുന്നു, താടി വളർത്തുകയില്ല, താടി വടിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. മുസ്ലിം സമുദായമേ, ഫഖാലിഫൂഹും, അവരോട് യോജിക്കരുത്, അവരോട് പിൻപറ്റരുത്, ആ ചര്യ നിങ്ങൾ പിടിക്കരുത്, ആ ചര്യയിൽ പെട്ടുപോകരുത്, അവരോട് നിങ്ങൾ എതിര് കാണിക്കണം. അതുകൊണ്ട് സ്വഹാബാ
ഫഅഫുൽ ലിഹാ, താടി വളർത്തു. വഅഫുശ് ശവാരിബ്, മീശ നിങ്ങൾ വെട്ടുകയും ചെയ്യടേ, താടി വളർത്തുകയും ചെയ്യടേ. ഒരിക്കലും തന്നെ ആ ഭാഗം മറന്നുപോകല്ല. റവാഹുൽ ബസാർ ബിസനദിൽ ഹസൻ. മഹത്തുക്കളായ മുഹദ്ദിസീങ്ങൾ ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് വല്ലാതെ ഊന്നിപ്പറയുന്നു. ഇത് വിശദീകരിച്ചുകൊണ്ട് വല്ലാതെ ഊന്നിപ്പറയുകയാണ്. ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നു എന്റെ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് മജൂസികളുടെയും ജൂത ക്രൈസ്തവരുടെയും ചര്യയാണ് താടി പിടിക്കുക എന്നുള്ളത്, മീശ വളർത്തുക എന്നുള്ളത്. മുസ്ലിം സമുദായത്തിന്റെ ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാം തൊട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസ, ബഹുമാനപ്പെട്ട ഹബീബുല്ലാഹി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ചെറുപ്പക്കാരെ, വിട്ടുനിന്ന് കേൾക്കുന്ന എന്റെ കൂട്ടുകാരെ, കുട്ടികളെ, നിങ്ങളൊക്കെ കേൾക്കുക. വലുതാവുമ്പോ ചെറിയ കുട്ടികളൊക്കെ നല്ല താടി വെക്കണം. മക്കളെ, ചെറിയ മക്കളൊക്കെ താടി വെക്കണം. ആരും തന്നെ താടി വെക്കാതെ താടി പഠിച്ചു നടക്കരുത്. എന്നെ ചെറിയ പിഞ്ചു പൈതലുകള്, മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട പൈതലുകൾ, നിങ്ങളൊക്കെ മക്കളെ വലുതായിട്ട് താടി വെക്കണം. ചിലപ്പോ നിങ്ങളെ ബാപ്പ താടി വെച്ചിട്ടുണ്ടാവൂല. ബാല് കണ്ട് പോയിട്ട് പറയണം, പാ ഉസ്താദ് എന്ന് പറഞ്ഞില്ലേ, താടി പഠിച്ചാല് താടി പഠിച്ച് നടക്കുന്നവര് തീയന്മാരെ പോലെയാണ്. അവിടെ ചരിയാണത്. മജൂസികളുടെയും അതുപോലെ തന്നെ ജൂതരുടെയും ഒക്കെ ചരിയാണ്. മുസ്ലിമീങ്ങൾ താടി പഠിക്കൂല. മുസ്ലിം ഉമ്മത്തിൽ താടി വെക്കടിക്കുന്നത് അവിടുത്തെ ചരിയൽപ്പെട്ടതല്ല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് എന്ന് എന്റെ മക്കളെ ഉപ്പാന്റെ അരികിലിരുന്ന് പറയണം. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട പിതാക്കളെ, എന്നെ നല്ലവരായിരിക്കുന്ന സഹോദരങ്ങളോട്, എന്റെ സ്റ്റേജിലും അതുപോലെ സദസ്സിലുമുള്ള എല്ലാ ജ്യേഷ്ഠാനുജന്മ ഉമറാക്കൾ, നിങ്ങൾക്കാർക്കും ഒരു വിഷമുണ്ടാവരുത്. നിങ്ങൾ അവരുടെ മുഖത്തേക്ക് മനസ്സുകൊണ്ട് നോക്കുക, പടച്ചവനെ. അല്ലെങ്കിൽ ഈ ബാല് ഞാനിങ്ങനെ പറയുമ്പോ ഒന്നിങ്ങനെ കൈകൊണ്ട് പിടിച്ചാൽ മതി. എന്റെ താടിന്റെ അവസ്ഥ പത്തറുണ്ട്. ഞാൻ ഈ പറയുമ്പോ വലിയ താടിയൊന്നും വെക്കണ്ട, ഒരു ചെറിയ രൂപത്തിലുള്ള താടി വെച്ചിട്ട് നമുക്കൊന്ന് മരിച്ചൂടെ, നമുക്ക് പള്ളിക്കാട്ടിൽ കിടന്നൂടെ, അത്താടിയുമായി മഹ്ശറിയിലൊന്ന് എഴുന്നേറ്റ് നിന്നുകൂടെ? എന്തിനാണ് പിതാക്കളെ 65-75 വയസ്സ് കഴിഞ്ഞ ഉപ്പ താടി പിടിച്ചുകൊണ്ട് എന്തിനാണ് നടക്കുന്നത്? ഒന്നിച്ച് ഒരു ചെറിയ ജലദോഷം പിടിച്ചു പിടഞ്ഞുകൊണ്ട് മരിച്ചാൽ എങ്ങനെ താടി പിടിച്ചിട്ടല്ലേ മഹ്ശറയിലേക്ക് പോകേണ്ടി വരിക? പ്രായം ചെന്ന ഉപ്പ നെഞ്ചത്ത് കൈവച്ചു ചിന്തിച്ചോളൂ. അവിടുന്ന് വിരലുകൾ കടിച്ചിട്ട് ഫലമുണ്ടാവില്ല. എത്ര നിസ്കരിച്ച ബാപ്പയാണെങ്കിലും കഅബത്തിന്റെ കല്ല് പിടിച്ച ഹാജിയാണ് എങ്കിലും ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നുണ്ട്, റസൂലുള്ളാഹ് താടി വെച്ചവന്റെ മുഖത്ത് നോക്കുകയില്ല. റസൂലുള്ളാഹ് താടി വടിച്ചവന്റെ മുഖത്ത് നോക്കുകയില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം താടി വടിച്ചവനെ കണ്ടപ്പോ അവിടുത്തെ മുഖം അങ്ങോട്ട് തിരിച്ചുപോയി. ആ മനുഷ്യന്റെ മുഖത്ത് നോക്കിയില്ല. ജീവിതകാലത്ത് തന്നെ അത് കാരുണ്യത്തിന്റെ മുത്ത് കാണിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രായം ചെന്ന ഉപ്പമാരെ, നിങ്ങൾക്ക് പ്രായമായി ആരെ കാണാൻ വേണ്ടിയാണ്? ആരുടെ മുന്നിൽ ചൊങ്കനാവാൻ വേണ്ടിയാണ്? നിങ്ങളുടെ ഭാര്യക്കൊക്കെ പ്രായമായില്ലേ? നിങ്ങളുടെ ഭാര്യമാരൊക്കെ നിറച്ചുപോയില്ലേ? ഭാര്യമാരൊക്കെ മണ്ണറയിലേക്ക് പള്ളിക്കാട്ടിലേക്ക് കിടക്കാൻ അവസരം നോക്കി നിൽക്കുമ്പോ എന്റെ ഉപ്പ 75 വയസ്സ് കഴിഞ്ഞിട്ട് 2-3 ഹജ്ജ് ചെയ്തിട്ട് പോലും ഇപ്പോഴെങ്കിലും ഒരു ചെറിയ താടി വെച്ചുകൊണ്ട് എനിക്ക് മരിക്കണമെന്ന് കൊതിച്ചു നടക്കാൻ എന്തോ ഉപ്പാ മനസ്സനുവദിക്കാത്തത്? ശൈത്താൻ നമ്മ വിടുന്നുണ്ടോ? ഇബ്ലീസ് നമ്മ പിടിച്ചു വെച്ചിട്ടില്ലേ? 60 വയസ്സ് കഴിഞ്ഞിട്ട് പോലും താടി വെടിക്കാനുള്ള മനസ്സാണോ വരുന്നത്? മുത്തുനബി മുഖത്തേക്ക് നോക്കുകയില്ല. സൂക്ഷിക്കണം കേട്ടോ. അല്ലാഹു കാക്കുമാറാവട്ടെ. എന്താണ് ഇൻഷാ അല്ലാഹ് ഭാഗങ്ങൾ ഞാൻ ഇവിടെ വായിക്കുന്നുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഇതേ ആശയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകള് ബുഖാരിയിലും മുസ്ലിമിലുമുണ്ട്. നമുക്കൊരു ഉറപ്പ് കിട്ടാൻ, സിഖത്ത് കിട്ടാൻ വേണ്ടി കുറച്ച് ഹദീസുകൾ, അത് ചെറിയ ചെറിയ വ്യത്യാസമാണുള്ളത്. എന്നാലും ഞാൻ വായിച്ചു കേൾപ്പിക്കാം ചെറിയ ചെറിയ ഹദീസുകള്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിഫുൽ മജൂസ്, മുസ്ലിമീങ്ങളെ മജൂസികളോട് എതിരാവണം. ലിഅന്നഹും കാനൂ യുകസ്സിറൂന ലിഹാഹും,
കാരണം അവർ യുഖസ്സിറൂന ലിഹാഹും, അവരുടെ താടി വടിക്കുന്നവരായിരുന്നു, താടി പാടെ ചുരുക്കിക്കളയുന്നവരായിരുന്നു. വയുതവ്വിലൂന ശവാരിബ, അവര് മീശ നീട്ടി വളർത്തുന്നവരുമായിരുന്നു. അതാണ് മജൂസുകളുടെ ചര്യ, മജൂസുകളുടെ ജീവിതം, മജൂസുകളുടെ സ്വഭാവം, മജൂസുകളുടെ സംസ്കാരം താടി വടിക്കുകയും മീശ വളർത്തുകയുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അതിൽ പെട്ടുപോകരുത്. ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, എന്റെ പ്രിയപ്പെട്ടവരെ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ദക്കറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് മജൂസികളെ കുറിച്ച് സ്വഹാബത്തിന്റെ മുന്നിൽ പ്രസംഗിക്കുകയാണ്. ഫഖാൽ, എന്നിട്ട് ആരാണ് മജൂസികൾ അവിടുന്ന് വിവരിക്കുന്നു. നബിയേ, മജൂസികളുടെ അടയാളം എന്താണ്? മജൂസികളുടെ ആശയം എന്താണ്? ഫഖാൽ ഇന്നഹും യുവഫിറൂന സിബാലഹും വയഹ്ലിഖൂന ലിഹാഹും, അവിടെ മീശ നീട്ടി വളർത്തുന്നവരാണ്. വയഹ്ലിഖൂന ലിഹാഹും, അവിടെ താടി കളയുന്നവരുമാണ്, അവിടെ താടി വടിക്കുന്നവരുമാണ്. വയഹ്ലിഖൂന, അവർ വടിക്കുന്നവരുമാണ്. ലിഹാഹും, അവിടെ താടികളെ. അതുകൊണ്ട് ഫഖാലിഫൂഹും, സ്വഹാബികളെ, അവരോട് നിങ്ങൾ എതിരാവണം. നിങ്ങൾ താടി വടിച്ചു പോകരുത്. ജീവിതത്തിൽ താടി വടിച്ചുകൊണ്ട് മജൂസുകളുടെ ചര്യമായി നടക്കരുത്, മുശ്രിക്കുകളുടെ ചര്യയായി നടക്കരുത്, ജൂത സമൂഹത്തിന്റെ ചര്യയായി നടക്കരുത്. ഓ സ്വഹാബ, അത് മുസ്ലിം സമുദായത്തിൽ നിയോജിച്ചതല്ലെന്ന് കാരുണ്യത്തിന്റെ മുത്ത് പഠിപ്പിക്കുന്നുവെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഫിത്രത്തിൽ ഇസ്ലാം അഖ്ദു ശാരിബി, പരിശുദ്ധമായ പവിത്രമായ ദീൻ ഇസ്ലാമിന്റെ ഫിത്രത്തിൽ പെട്ടതാണ് അഖ്ദു ശാരിബി വഇഫാഉൽ ലിഹാ, മീശ വെട്ടുന്നതും അതുപോലെ താടി വളർത്തുക എന്നുള്ളതും. കാരണം ഫഇന്നൽ മജൂസ് തുഅഫി ശവാരിബഹാ, മജൂസികൾ മീശ വളർത്തുന്നവരാണ്. വതുഅഫി ലിഹാഹാ, അവിടെ താടി വടിക്കുന്നവരുമാണ്. ഫഖാലിഫൂഹും, സ്വഹാബികളെ, അവരോട് യോജിക്കരുത്, അവരോട് യോജിക്കരുത്, അവരോട് നിങ്ങൾ എപ്പോഴും എതിരാവണം. ജീവിതത്തിൽ ഒരിക്കപോലും താടി വടിക്കരുത് എന്ന് പഠിപ്പിച്ചു പോയ ഖുദൂ ശവാരിബക്കും വഅഫൂ ലിഹാക്കും, നിങ്ങളുടെ മീശ വെട്ടുകയും താടി വളർത്തുകയും ചെയ്യരുത്, താടി വടിക്കരുത്, നിങ്ങള് താടി വളർത്തണം നിങ്ങൾ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, നാട്ടുകാരെ, ഞാനിപ്പോ 4-5 ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമുള്ള ഹദീസാണ്, ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകളാണ് ഞാനിപ്പോ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. ഇത് ഇന്ന് സാധാരണക്കാരുടെയും എന്ന് വേണ്ട സാധാരണക്കാരല്ലാതെ തന്നെ ചില ആളുകളിൽ, സാദാത്തുക്കളിലും ഉലമാക്കളിലും തന്നെ മദ്രസയിലും മറ്റുമൊക്കെ പഠിപ്പിക്കുന്ന ബഹുവന്യരായ ഉസ്താദുമാരിൽ പോലും ഗൗരവം അറിയാതെ താടി വടിക്കുന്നത് ഇത്ര ഗൗരവമുള്ളതാണ് എന്നറിയാതെ അവര് മനഃപൂർവ്വം ചെയ്യുകയല്ല, അവരൊരിക്കലും തന്നെ ദീനിനെ ധിക്കരിക്കുകയല്ല. പക്ഷേ ഈ ഗൗരവം അവർക്ക് ഇൽമുണ്ട്, വിവരമുണ്ട്, പക്ഷെ ശ്രദ്ധയില്ല, ഈ ഭാഗം ഓർത്തുപോയില്ല. അങ്ങനെ സംഭവിച്ച പാവങ്ങളാണ്. ഒരുപാട് ആളുകളുടെ അരികിൽ പല തെറ്റുകൾ വരും. നമ്മൾ മഅസൂമിങ്ങളല്ല, നമ്മളാരും മഅസൂമിങ്ങളല്ല. മുഅ്മിനീങ്ങളുടെ അരികിലൊക്കെ തെറ്റുകൾ വന്നു പോകും. അതുകൊണ്ട് ഞാൻ ഒരു ചെറുതാക്കാൻ, ഒരാളെ നിന്ദിക്കാൻ വേണ്ടി പറയുകയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ അരികിൽ ധാരാളം തെറ്റുകൾ വന്നു പോകുന്ന ഒരു പാവപ്പെട്ടവനാണ് ഞാൻ. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ നമ്മളാരും മഅസൂമിങ്ങളല്ല. അറിയാതെ പലതും സംഭവിക്കുന്നു, ഗൗരവം അറിയാതെ. അതൊന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. സ്വഹീഹ് മുസ്ലിമിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ മുത്തബിഉ സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കൂടെ കാണുക. ഉമിർനാ ബിഇഹ്ഫാഇ ശവാരിബ് വഇഇഫാഇൽ ലഹിയാ,
റസൂലുള്ള ഞങ്ങളോട് കൽപ്പിച്ചു മീശ വെട്ടാൻ വേണ്ടി കൽപ്പിച്ചു, താടി വളർത്താൻ വേണ്ടിയും കൽപ്പിച്ചു. താടി വളർത്തണം മുസ്ലിമീങ്ങളെ, താടി വടിക്കരുത്, നിങ്ങൾ താടി വടിച്ചു പോകരുത്. താടി വടിക്കുന്നത് വളരെ ഗുരുതരമാണ്. ഒരൊറ്റ അമ്പിയാക്കളിലും കാണാത്ത, ഒരൊറ്റ സ്വഹാബികളിലും കാണാത്ത, 3 നൂറ്റാണ്ടുകളിലും ആരിലും തന്നെ കാണാത്ത, ഒരാളും തന്നെ ചെറുതായി പറയുക പോലും ചെയ്യാത്ത ഒരു വല്ലാത്ത വിധത്തിലുള്ള കാര്യമാണ് താടി വടിക്കുക എന്നുള്ളത്. ലഖദ് സറാ ഹാദാ ദാഉൽ ഇലാം ഫിൽ അക്ഫരിയത്തി സാഹിഖത്തി മിനൽ മുസ്ലിമീൻ. വലിയ പാണ്ഡിത്യത്തിന്റെ മുത്തുകൾ, പണ്ഡിത മഹത്തുക്കൾ പറയുകയാണ്, ഈ രോഗം ലഖദ് സറാ ഹാദാ ദാഉൽ ഇലാം, ലഖദ് സറാ ഹാദാ ദാഉൽ ഇലാം, ഈ വലിയ രോഗം ഇതാ നടന്നിരിക്കുന്നു. ഫിൽ അക്ഫരിയത്തി സാഹിഖത്തി മിനൽ മുസ്ലിമീൻ, മുസ്ലിം സമുദായത്തിൽ അധികരിച്ച ആളുകളിലും പരന്നിരിക്കുകയാണ്, വ്യാപിച്ചിരിക്കുകയാണ്. എന്തോടുകൂടെ കാരുണ്യത്തിന്റെ മുത്തുനബി, പുന്നാര മുത്തുനബി, പാവങ്ങളുടെ കണ്ണിയായ, പാവങ്ങളുടെ അത്താണിയായ, പാവങ്ങളുടെ അത്താണിയായ നബിയെ, സാധുക്കളായ പാവങ്ങളുടെ, പാവപ്പെട്ട മുഅ്മിനീങ്ങളുടെ, സാധുക്കളുടെ കണ്ണീര് തുറച്ചു കൊടുക്കുന്ന പാവപ്പെട്ടവരുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറഞ്ഞ നസ്സുകൾ ളാഹിറത്തുൽ വളരെ വ്യക്തമാണ്. ലൈസ അലൈഹാ ഗുബാർ, ഒരു പൊടിയും പുരണ്ടിട്ടില്ല. റസൂലുള്ള പറഞ്ഞ ഹദീസ്, നബി തങ്ങൾ താടി പഠിക്കുന്നതിന്റെ ഗൗരവത്തെ കുറിച്ചുകൊണ്ട് പഠിപ്പിച്ചതായ ഹദീസുകൾ സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുമൊക്കെ വളരെ വ്യക്തമായി പഠിപ്പിച്ചിരിക്കുന്നു. ഇമാം ബുഖാരി തങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു. ലൈസ അലൈഹാ ഗുബാർ, പൊടി പുരണ്ടിട്ടില്ലല്ലോ. വലൽതിബാസ്, ഒരഭിപ്രായ വ്യത്യാസവുമില്ലാത്ത വിധത്തിൽ വളരെ നിഷ്കളങ്കമായി വീക്ഷിക്കുന്ന മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹ് എന്ന പേടി വരും വിധത്തിലുള്ള നസ്സുകളാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല, പണ്ഡിത മഹത്തുക്കൾ വിവരിക്കുകയാണ്, ഈ അടുത്ത മുസ്ലിം സമുദായത്തിൽ വന്നുപെട്ട വലിയൊരു ആഫത്താണ് മറയും മിൻ ഗൈരിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ അല്ലാത്തവരിൽ സംഭവിച്ചുപോയ വല്ലാത്ത രോഗം. ഫസ്തഹ്സനഹു അൽ കസീറു മിൻഹും, മുസ്ലിം സമുദായമല്ലാത്തവരിൽ അധികരിച്ചുപോയ, മുസ്ലിമീങ്ങളല്ലാത്തവരിൽ നിന്ന് വന്നുപോയ ഒരു വലിയ രോഗമാണ് താടി വടിക്കുക എന്നുള്ളത്. പക്ഷേ ഫസ്തഹ്സനഹു, അതിനെ നന്നായി കണ്ടുപോയി. അൽ കസീറു മിൻഹും, മുസ്ലിം സമുദായത്തില് ഒരുപാട് ആളുകൾ അത് മോശമല്ല, അത് നന്നായി കണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, ഫവഖഉ, അവരതാ വീടുകയാണ്. എവിടെയാണെന്നറിയോ? കോടിക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന യജമാനനായ റബ്ബിന്റെ കോടതിയിൽ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. പ്രിയപ്പെട്ട മക്കളെ കാണുന്ന സമയത്ത് മോനെ എന്ന് വിളിക്കുമ്പോ ബാപ്പയുടെ മുഖത്തേക്ക് നോക്കാതെ ഓടുന്ന ഘട്ടം. എല്ലാവരും പരസ്പരമതാ ഓടുന്നു, സംസാരിക്കുന്നില്ല, ബാപ്പയുടെ മുഖത്ത് നോക്കുന്നില്ല. ഒരു ചാൺമുകളിൽ സൂര്യൻ നിൽക്കുന്ന സമയം പേടിച്ച് വിറച്ചുകൊണ്ട് ആ സമയത്താണ് അവിടുത്തെ 10 വിരലുകൾ കടിക്കുന്ന വിധത്തിൽ അവൻ അകപ്പെട്ടു പോയിരിക്കുന്നു, അകപ്പെട്ടു പോകുന്നു. പണ്ഡിത മഹത്തുക്കൾ വിവരിക്കുന്നുവെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ഈമാനുള്ള മുഅ്മിനീങ്ങളോട് ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഉമിർനാ ബിഇഹ്ഫാഇ ശവാരിബി വഇഹ്ഫാഇൽ ലഹിയാ, ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടു മീശ വടിക്കാൻ, അല്ലെങ്കിൽ മീശ വെട്ടാൻ, താടി വളർത്താൻ, താടി പഠിച്ചു പോകരുത്. ഇത് റസൂലുള്ളാഹി ഞങ്ങളെ പഠിപ്പിച്ചു. ജുസ്സു ശവാരിബ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ജുസ്സു ശവാരിബ വഅർഖുൽ ലിഹാ, അഥവാ മീശ നിങ്ങൾ വെട്ടൂ, താടി നിങ്ങൾ വളർത്തുകയും ചെയ്യൂ. വഅർഖുൽ ലിഹാ, താടി നിങ്ങൾ ഒടിച്ചിടൂ, താഴ്ത്തിടൂ, താടി നിങ്ങൾ വടിക്കാൻ പോകരുത്.
മഹാന്മാരായ ആരിഫ്യങ്ങൾ ഇത് വല്ലാതെ വിശദീകരിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ആയിരക്കണക്കായ പണ്ഡിത മഹത്തുക്കളെ വളർത്തിയെടുക്കുകയും എന്റെ ഈമാനുള്ള പിതാക്കളെ, എന്റെ വാല് കേൾക്കുന്ന ഗൾഫുകാരായ സഹോദരങ്ങൾ, ഗൾഫിൽ പോയി ഒരു ചെറിയ ജോലിക്ക് വേണ്ടി, നിസ്സാരമായ ജോലിക്ക് വേണ്ടി അവിടുന്ന് താടി പിടിച്ചുകൊണ്ട് നഊദു ബില്ലാഹ് 10 കൊല്ലം മോദിപ്പിടിച്ച് സനതെടുക്കാൻ അല്ലാഹു ഭാഗ്യം കൊടുത്തിട്ട് ഗൾഫ് നാടുകളിൽ ചെന്ന് ഒരു ചെറിയ ജോലിക്ക് വേണ്ടി താടി പിടിച്ച ആലിമില്ലേ, അല്ലാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ. ഈ അടുത്ത് ജിദ്ദയിൽ ബാബുമക്ക എന്ന സ്ഥലത്ത് ചെന്ന സമയത്ത് സനതെടുത്ത് ദർസ് നടത്തിയ ഒരു പണ്ഡിതനാണ്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരു വലിയ കോളേജിൽ പോയി സനതെടുത്ത് അവിടുന്ന് ഇറങ്ങിത്തിരിച്ചൊരു പണ്ഡിതൻ അല്ലാഹു ഭാഗ്യം കൊടുത്തുപോയി. പക്ഷേ അവിടുന്ന് താടി പിടിച്ചു. ഒരു ബുക്ക് സ്റ്റാളിലുണ്ട്. തമാശ രൂപത്തിൽ ഞാനൊന്ന് ചോദിച്ചു, എന്താണ് മനുഷ്യ ഒരു നിസ്സാര വിഷയത്തിന് വേണ്ടി ആ സമയത്ത് അവിടുന്ന് പറഞ്ഞത്? ജോലിക്കൊരു തടസ്സമുണ്ട്, മഅദല്ലാഹ്, അല്ലാഹുവിനറിയാം, പടച്ച റബ്ബിനറിയാം. ജ്യേഷ്ഠ സഹോദരാ, യജമാനനായ റബ്ബിനറിയില്ലേ? ആ വാക്ക് യാഥാർത്ഥ്യമാണോ അല്ലേ? നിർബന്ധഘട്ടത്തിൽ താടി പിടിച്ചേക്കാം, നിർബന്ധഘട്ടത്തിൽ മറ്റൊരു വഴിയില്ല, ഉള്ള ജോലി മടങ്ങിപ്പോകും. ഒരു നിലക്കും താടി വെക്കാൻ അവിടെ കഴിയുന്നില്ല, അനുവദിക്കുന്നില്ല. മറ്റൊരു ജോലി കിട്ടാൻ മാർഗവുമില്ല, പാവപ്പെട്ട കുട്ടികളെ വളർത്താൻ വേറെ വഴിയുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നിർബന്ധഘട്ടമെന്നൊക്കെ തട്ടിക്കൂട്ടി പറയുന്നുവെങ്കിൽ അത് കാരണം അല്ലാഹുവിന്റെ അരികിൽ സ്വീകാര്യമാണോ എന്നുള്ളത് ഈ വിനീതനായി എനിക്കറിയുകയില്ല. ഏതായാലും ഇരിക്കട്ടെ, ആ കാരണമൊന്നുമില്ലാതെ മറ്റുള്ള ആളുകൾ, കൂടുതൽ ആളുകൾ കടകളിലേക്ക് വരാൻ താടി വെച്ചവന്റെ കടയിൽ, താടി വെച്ചവരുടെ കടകളിലേക്ക് കൂടുതൽ ആളുകൾ വരില്ല. താടിയില്ലാതെ താടി പിടിച്ചുകൊണ്ട് ചെറുപ്പക്കാരനായി സുമകനായി നിൽക്കുന്നവന്റെ കടയിലേക്കാണ് ധാരാളം ആളുകൾ വരുന്നത്. എടോ, ഈ ഭൂമിലോകത്ത് ഈമാനോടെ മരിക്കുമോ, വെള്ളം കുടിച്ചു മരിക്കുമോ? ആ കാരണം കൊണ്ടാണോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ നിസ്സാരമാക്കി പോയത്? ഏതോ 2 പെൺകുട്ടികൾ അവിടുന്ന് പീടികയിലേക്ക് വരാൻ വേണ്ടി താടി പിടിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ മുന്നിൽ, യജമാനനായ റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് എന്തായിരിക്കും കരളെ? ഒന്ന് സൂക്ഷിക്കറേ, ശ്രദ്ധിക്കറേ. സമ്പന്നരായ മുതലാളിമാരായ ആളുകൾ താടി പിടിക്കുന്ന കുട്ടികളെ മാത്രം നിർത്തിയിട്ട് എന്നാലേ കടകളിൽ ആളുകൾ വരൂ. പൊന്നു ഹാജിയാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നിങ്ങൾക്ക് നിഅമത്ത് സമ്പത്ത് നൽകി. എത്രയെത്ര വലിയ ആളുകളാണ് സമ്പന്നരാണ്. കാശിന് വേണ്ടി എന്തും ചെയ്യാൻ, കാശ് ലഭിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ, പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ, ഒരു കച്ചവടം നടന്നു കിട്ടാൻ വേണ്ടി ഏത് രൂപത്തിലുള്ള വൃത്തികേടും മനുഷ്യ, അതിലൂടെ ലഭിക്കുന്ന 10 പൈസ നമ്മുടെ മക്കളെ എങ്ങാനും പോറ്റി വളർത്തിയാൽ വമാനബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. അല്ലാഹു കാക്കുമാറാവട്ടെ. ഞാനെന്തിനാ കുറെ ദേഷ്യം പിടിച്ചു പറയുന്നത് പോലെ? എന്റെ നാട്ടുകാരെ, നിങ്ങൾക്കൊരു വെറുപ്പുണ്ടാവരുത്, ഞാൻ ദേഷ്യം പിടിച്ചു പറയല്ല. ഗൗരവം, ഇത്രയും വലിയ ഹദീസുകൾ ഇങ്ങനെ വായിക്കുമ്പോ അങ്ങ് വന്നു പോകുകയാണ് ഗൗരവം. എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടാളി. ഏതായാലും ഇരിക്കട്ടെ, ഞാനിവിടെ പറയുന്നത് ഗൗരവത്തിൽ എത്രയോ കച്ചവടക്ക് വലിയ സമ്പന്നർ അല്ലാഹു വലിയ നിഅമത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് മുസ്ലിമായ കഅബത്തിന്റെ കല്ല് പിടിച്ച ഹാജിമാരുടെ തുണിഷോപ്പിൽ പോലും താടി വെച്ച ആളുകൾ, അൽഹംദുലില്ലാഹ്, നല്ല നല്ല പ്രവർത്തകരായ കുട്ടികൾ, അവിടുന്ന് ഗൾഫ് നാടുകൾ ഒരുപാട് കുട്ടികൾ താടി വെക്കരുത്, താടി വെച്ചിട്ട്, താടി വെച്ചാൽ ജോലി കിട്ടുകയില്ല. ആരാ? കഅബാലയത്തിന്റെ കല്ല് പിടിച്ച ഹാജിയാണ്, റസൂലുള്ളാഹിന്റെ അരികിൽ പോയ ഹാജിയാണ്. പക്ഷെ കച്ചവടത്തിൽ ആളുകൾ കൂടുതൽ കാശ് ലഭിക്കാൻ വേണ്ടി താടി വടിച്ചിട്ട് നിൽക്കണം. പ്രവർത്തകർ, ഒരുപാട് പ്രവർത്തകർ, എനിക്ക് നല്ല സുഖമുള്ള ജോലിയാന്ന് ശമ്പളം ഉണ്ടായിരുന്നു നമ്മൾ ഇന്ന ഹാജിയുടെ കടയിൽ. പക്ഷെ ആളെ താടി ഒടുക്കണമെന്ന് പറഞ്ഞപ്പോ എന്റെ ശമ്പളം പോയാലും ശരി, എന്റെ ജോലി പോയാലും ശരി, ചെറിയൊരു താടിയെ വെച്ചിട്ടുള്ള താടി
ഞാൻ കളഞ്ഞിട്ട് എനിക്ക് ആ ശമ്പളം പറ്റേണ്ട ആവശ്യമില്ല. അല്ലാഹു എനിക്ക് അവന്റെ മഹൽ ഫദ്ൽ കൊണ്ട് വേറെ ജോലി തരും. അവനല്ല എന്റെ റിസ്ക്, എന്റെ കുട്ടികളുടെ, എന്റെ ഉമ്മയുടെ ബാപ്പയുടെ റിസ്ക് കണക്കാക്കിയിട്ടുള്ളത്. അല്ലാഹു നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ഹാജിയാരുടെ മുന്നിൽ ഏറ്റവും നല്ല ജോലി വലിച്ചെറിഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിച്ച ഈമാനുള്ള ദീനിന്റെ ഖാദിമീങ്ങൾ നിരവധിയുണ്ട്. നേരെ മറിച്ച് താടി വടിക്കേണ്ടി വന്നാൽ വടിച്ചാലും ശരി, നല്ല താടി വെച്ച ആലിമാകാൻ പോലും ഭാഗ്യം ലഭിച്ചിട്ട് താടി വടിച്ചിട്ട് സമ്പന്നരായ ആ മുതലാളിയായ ഹാജിയുടെ ഇച്ഛയ്ക്ക് വേണ്ടി വടിച്ചു നടക്കുന്ന, ഓശാനമാടി നടക്കുന്നവരുമുണ്ട്. അള്ളാഹു അവന്റെ ഷർറിൽ നിന്ന് കാക്കുമാറാവട്ടെ. പടച്ച റബ്ബ് അവരെ ഒന്നും വെറുതെ വിടൂല. ഇത് ചെറിയ വിഷയമല്ല, ഒരു നിന്ദിക്കുന്ന രൂപം. ഏതായാലും ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം പോലും എഴുത്, അവിടുന്ന് വിശദീകരണം. നിങ്ങൾക്കറിയില്ലേ, തഫ്സീറുൽ ഖുർത്തുബി എന്ന വലിയ ഗ്രന്ഥം പോലും എഴുതിയ, നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിപ്പോയ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ യജൂസു ഹൽഖുഹാ വലാ നത്ഫുഹാ. താടി വടിക്കരുത് നിങ്ങള്, താടി വടിക്കൽ ജായിസല്ല, താടി പരിച്ചുടലും ജായിസല്ല, അത് ചെയ്തു പോകരുത്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നുവെങ്കിൽ അബൂ മുഹമ്മദ് ഇബ്നു ഹസം അടക്കമുള്ള ആളുകൾ പറയുകയാണ്, അവിടുന്ന് ഇജ്മാ ഉണ്ട് എന്ന് വിവരിക്കുന്നു. അലാ അന്ന ഖസ്സശാരിബി വഇഫാ അൽഹിയത്തി ഫർളുൻ. മീശ വെട്ടലും താടി വളർത്തലും അത് ഫർളാണ് മുസ്ലിമേ എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അബൂ മുഹമ്മദ് ഇബ്നു ഹസം എന്നവർ അവിടുന്ന് വിവരിക്കുകയാണ്, ഇജ്മാ ഉണ്ടെന്ന് പറയുകയാണ്. അലാ അന്ന ഖസ്സശാരിബി വഇഫാ അൽഹിയത്തി ഫർളുൻ. ഇത്രത്തോളം പറഞ്ഞുപോയ പണ്ഡിതന്മാരുണ്ട്. വസ്തദല്ല അബൂ മുഹമ്മദ് ഇബ്നു ഹസമിനെ പോലെയുള്ള ആളുകൾ ഇതിന് ദലീലായി അവർ പിടിക്കുന്നത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഖാലിഫുൽ മുശ്രിക്കീൻ, ഖാലിഫുൽ മുശ്രിക്കീൻ അഹ്ഫു ശവാരിബ വഅഅഫുൽ ലിഹാ. ഷാരി ഖാലിഫുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളോട് നിങ്ങൾ എതിരാവണം. അഹ്ഫു ശവാരിബ, താടി നിങ്ങൾ മീശ വെട്ടുകയും വേണം. വഅഅഫുൽ ലിഹാ, താടി വടിക്കരുത് നിങ്ങൾ, താടി വളർത്തണേ മുസ്ലിമീങ്ങളെ. താടി ഒരിക്കലും വടിച്ചുകൊണ്ട് മുശ്രിക്കീങ്ങളുടെ ചര്യ പിൻപറ്റരുത്. വബിഹദീസ് സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു, മൻ ലം യഖുദ് ശാരിബഹു ഫലൈസ മിന്നാ. എന്നിട്ട് പറയാ, മീശ മാത്രം നല്ലവണ്ണം നീട്ടിയിട്ട് ചുണ്ട് പോലും പല്ല് പോലും കാണാത്ത വിധത്തിൽ ചെറുപ്പക്കാരെ ഒരു ഫാഷനാണ്. എത്ര വലിയ ഫാഷനോടെയാണ് എന്റെ അനുജന്മാരെ ഇന്ന് മുസ്ലിം സമുദായം നടക്കുന്നത്. ഒരുപാട് ചെറുപ്പക്കാരായ കുട്ടികൾ, അവർക്ക് നബിത്തങ്ങളോട് വെറുപ്പില്ല. എന്റെ അനുജ, എന്റെ ശബ്ദം കേൾക്കുന്ന ഈമാനുള്ള നല്ലവരായ പ്രായം ചെന്ന പിതാക്കളെ, നമ്മുടെ കുട്ടികളോട് രണ്ട് വാക്ക് പറയട്ടെ, ചെറുപ്പക്കാരോട് രണ്ട് വാക്ക് പറയട്ടെ. മീശ വളർത്തിയിട്ട് പല്ല് പോലും കാണാത്ത വിധത്തിൽ ചോറ് കഴിക്കുന്ന സമയത്ത് അവിടുന്ന് വിറകെടുത്തുകൊണ്ട് കൊള്ളിക്കട്ടമെടുത്ത് താപ മീശ വെക്കുന്ന എത്ര മോശപ്പെട്ട ശൈലിയിലുള്ള ആളുകളെ കാണാം. അഭിമാനമാണെന്ന് വിചാരിക്കുന്നു ചില പുരുഷന്മാർ. പെൺകുട്ടികളെ പോലെ മുടിയങ്ങോട്ട് വളർത്തി ഇൻഷാ അല്ലാ, ഞാനിതുവരെ പറയാ എന്റെ സഹോദരങ്ങളെ, കാരുണ്യത്തിന്റെ മുത്ത് പറയാ, ചില പുരുഷന്മാർ മുടിയങ്ങോട്ട് വളർത്തിയിട്ട് കണ്ടാൽ പെണ്ണാണെന്ന് തോന്നിപ്പോകും. ആ മുടി വളർത്തി പെണ്ണുങ്ങളെ പോലെ, സ്ത്രീകളെ പോലെ ചന്തുവരെ മുടി തൂക്കിയിട്ട് നടക്കുന്ന ചെറുപ്പക്കാരെ കാണാം. ദീനിന്റെ മക്കളെ, അത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? അഭിമാനമാണെന്ന് തോന്നുന്നുണ്ടോ? ഭംഗിയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് നപുംസകത്തിന്റെ അടയാളമാണ്. കാരുണ്യത്തിന്റെ മുത്ത് പറയാ, സലാസത്തുൽ, മൂന്നാളുകൾ ലാ യദ്ഖുലൂനൽ ജന്ന. സുബ്ഹാനല്ലാഹ്.